നൗ നെക്സ്റ്റ് ഇവിടെ വരുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞ ലീസൊക്കെ എന്താണ് ഫോർ എന്തായാലും ഒരു 1 ഇയറിന് മുകളിൽ വരുന്ന കേസസ് ഒക്കെയാണ്. വെൽക്കം ടു എൻട്രി അലവേറ്റ് ACCS ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ക്ലാസ്സസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IFRS 16 ലീസസിന്റെ പാർട്ട് 2 ആണ്. സോ പാർട്ട് 1 നമ്മൾ ലീസസ് എന്താണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇനീഷ്യൽ മെഷർമെന്റ് എങ്ങനെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സീക്വന്റ് മെഷർമെന്റും കാര്യങ്ങളൊക്കെയാണ്. സോ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കഴിഞ്ഞിട്ട് പാർട്ട് 2ലേക്ക് മൂവ് ചെയ്യുക, കാരണം അതൊരു കണ്ടിന്യൂവേഷൻ ആണ്. സോ നോക്കാം. സോ എങ്ങനെയാണ് സബ്സീക്വന്റ് മെഷർമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലീസ് ലയബിലിറ്റിയുടെ സബ്സീക്വന്റ് മെഷർമെന്റ് ചെയ്യുന്നത് 2 കേസസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ലീസ് പേയ്മെന്റ് ചെയ്യുമല്ലോ. സോ ലീസ് പേയ്മെന്റ് ചെയ്യുക 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അറ്റ് ദി എൻഡ്, അതായത് ഇയർ എൻഡിന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം എന്നുള്ളത് അടുത്ത വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ ലീസ് പേയ്മെന്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഇൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അതായത് അറ്റ് ദ എൻഡ് അരിയേഴ്സിലായിട്ടും കൊടുക്കാം, തുടക്കത്തിൽ അഡ്വാൻസ് ആയിട്ടും കൊടുക്കാം. അങ്ങനെ 2 കേസസ് ആണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് കേസ് വെൻ ലീസ് റെന്റ് ആർ പെയ്ഡ് ഇൻ അരിയേഴ്സ്, അതായത് അറ്റ് ദി എൻഡ്. ഓക്കെ, ഇനി അരിയേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് എഴുതണം, നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞ പോലെ ഇനീഷ്യൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനീഷ്യൽ ലീസ് ലയബിലിറ്റി എത്രയാണ്, അതായത് നമ്മുടെ പ്രസന്റ് വാല്യൂ ഇല്ലേ, ആ വാല്യൂ ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതായത് നമ്മൾ ഈ പ്രസന്റ് വാല്യൂയിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെ മേളിൽ എന്ത് കയറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 10 ഇയേഴ്സിലേക്കുള്ളതാണ്, ഇന്ന് അതിൻ്റെ പ്രസന്റ് വാല്യൂ. ഓക്കെ, അതിൻ്റെ മേലെ 10 ഇയേഴ്സിലും ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. സോ എത്രയാണ് ഈ ഇയറിലെ ഇൻട്രസ്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 10,000 ആണ് കിട്ടിയത്, 10% ആണ് ഇൻട്രസ്റ്റ് എങ്കിലോ ഇവിടെ 1000 ആഡ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, അരിയേഴ്സ് ആണല്ലോ, അവസാനമാണല്ലോ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. സോ അവസാനം എന്ത് ചെയ്യുക, ലെസ് ലീസ് പേയ്മെന്റ്. ഇങ്ങനെയാണ് സബ്സീക്വന്റ് മെഷർമെന്റ് ചെയ്യുക എപ്പം അരിയേഴ്സ് വരുമ്പോഴുള്ള കേസിൽ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇത് നമുക്കിപ്പോൾ ഒരു ബാലൻസ്, അതായത് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ 31,550 കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു 10% ആണ് നമ്മളെ ഇൻട്രസ്റ്റ് എങ്കിലോ 31,550 ഇൻറ്റു 10% 3,155. 10,000 ഒരു ലീസ് പേയ്മെന്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. 10,000 മൈനസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഇയർ എൻഡിൽ, അതായത് സബ്സീക്വൻ്റ്ലി മെഷർ ചെയ്യുമ്പം ഇയർ എൻഡിൽ നമ്മൾ ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇടേണ്ട വാല്യൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫിനാൻസ് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രി എങ്ങനെ വരിക, ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പെൻസ് ആണല്ലോ. സോ ഡെബിറ്റ് ഫിനാൻസ് കോസ്റ്റ്, SOPL നമ്മളിത് ഡെബിറ്റ് ചെയ്യണം. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3,155 ഇടണം. അപ്പോൾ ലീസ് ലയബിലിറ്റി എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ആണല്ലോ ചെയ്യുന്നത്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ക്രെഡിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പേയ്മെന്റ് ചെയ്യുമ്പോഴോ 10,000 അത്രയും ലീസ് ലയബിലിറ്റി എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത് അല്ലേ, അത്രയും ലയബിലിറ്റി റെഡ്യൂസ് ആവാണ്. ലയബിലിറ്റി റെഡ്യൂസ് ആകുന്നത് നോർമലി ക്രെഡിറ്റ് ബാലൻസ് ആണ്, റെഡ്യൂസ് ആവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. എത്ര എമൗണ്ട് ആണ്, 10,000. സോ എങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് മോഡ്, ഇപ്പോൾ ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്താണെന്ന് വെച്ചാൽ ആ എമൗണ്ട് എന്ത് ചെയ്തു, ആ പെർട്ടിക്കുലർ ഐറ്റം എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. സോ ഇവിടെ എങ്ങനെയാണ് ലയബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, ജസ്റ്റ് ലീസ് ലയബിലിറ്റി ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്താക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും ആക്കിയിട്ട് എന്താക്കണം, സ്പ്ലിറ്റ് ആക്കണം. എങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ദ എബവ് ലീസ് ലയബിലിറ്റി ഷുഡ് ബി സ്പ്ലിറ്റ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി. To obtain current liability, move forward for 1 more year and current liability will be the difference between the 2 lease liability. The balance will be non-current liability. So arrears ആണെന്നുള്ള കേസിൽ നമ്മൾ ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ അതിൽ കറണ്ട് ലയബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മൾ ഈ വർഷത്തിപ്പം ലയബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിച്ചില്ലേ, 24,705. അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ഏതായിരിക്കും, ഈ 24,705 ആയിരിക്കും അടുത്ത വർഷം ഓപ്പണിംഗ് വരാം. അതിന് മേലെ ഇൻട്രസ്റ്റ് കൊടുക്കണം, ലീസ് പേയ്മെന്റ് മൈനസ് ചെയ്യുക, എന്നിട്ട് ഫൈനലി നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് ഈ ഇയറിലെ ലീസ് ലയബിലിറ്റി എന്ന് കിട്ടും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ടു ഒബ്റ്റെയിൻ കറണ്ട് ലയബിലിറ്റി മൂവ് ഫോർവേഡ് ഫോർ 1 more year ആൻഡ് കറണ്ട് ലയബിലിറ്റി വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ലീസ് ലയബിലിറ്റീസ്. എന്നിട്ട് കിട്ടുന്ന ബാലൻസ് ഉണ്ടല്ലോ, നമ്മൾ ഈ വർഷത്തെ ലയബിലിറ്റിയും ആ കിട്ടിയ കറണ്ട് ലയബിലിറ്റിയും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, നമ്മുടെ നോൺ കറണ്ട് ലയബിലിറ്റി, അതായത് ദ ബാലൻസ് ഫിഗർ. ഇനി നെക്സ്റ്റ്, ഇപ്പം നമ്മൾ ലീസ് പേയ്മെന്റ് ഇൻ അഡ്വാൻസ് ആണ് കൊടുക്കുന്നതെങ്കിലോ എങ്ങനെയാണ് ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്, നമ്മുടെ ഇനീഷ്യൽ ലീസ് ലയബിലിറ്റി എത്രയാണെന്നുള്ളത് കൊടുക്കാം.
ആൻഡ് ഇവിടെ നിങ്ങൾ ലീസ് ലയബിലിറ്റി ഇൻ അഡ്വാൻസ് ഫസ്റ്റ് തന്നെ എന്താണ് പേയ്മെൻറ്റ് കൊടുക്കുകയാണല്ലോ. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ലീസ് പേയ്മെൻറ്റ് ലെസ് ചെയ്യുക. അരിയേഴ്സിൻ്റെ കേസിൽ നമ്മൾ അവസാനമാണ് ചെയ്തത്. ബട്ട് അഡ്വാൻസിൻ്റെ കേസിലോ ഫസ്റ്റ് തന്നെ എന്ത് മൈനസ് ചെയ്യണം, ലീസ് പേയ്മെൻറ്റ് മൈനസ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണ്ടോ, നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്യണ്ടു. അതായത് ഈ മൈനസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ടിൻ്റെ മേളിൽ എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഇടാം. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലീസ് ലയബിലിറ്റി. സോ ഈ കേസിൽ എങ്ങനെയാണ് കറണ്ട് ലയബിലിറ്റി ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. The above lease liability should be split between current and non-current liability. In this case, current liability will be equal to lease rent. അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ 10,000 ആണ് ലീസ് പേയ്മെൻറ്റ് വന്നെങ്കിൽ ആ 10,000 ആണ് എന്ത്, കറണ്ട് ലയബിലിറ്റി. ആൻഡ് ദി ബാലൻസ് വിൽ ബി നോൺ കറണ്ട് ലയബിലിറ്റി. ഫൈനൽ ഫിഗർ ഒരു 20,000 കിട്ടിയെന്ന് വിചാരിക്കുക ലീസ് ലയബിലിറ്റി. 10,000 കറണ്ട് ലയബിലിറ്റി ആയി, ബാലൻസ് എത്രയാണ്, 10,000 തന്നെയല്ലേ. ആ 10,000 ആണ് എന്ത്, നോൺ കറണ്ട് ലയബിലിറ്റി. ഇനി ലീസ് ലയബിലിറ്റിയുടെ കേസിൽ നമ്മൾ ആ രണ്ട് ടോപ്പിക്, അതായത് അരിയേഴ്സ് വരുമ്പോഴും അഡ്വാൻസ് വരുമ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി. ഇനി റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ കേസിൽ നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. റൈറ്റ് ഓഫ് യൂസ് അസറ്റ് നോർമലി നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ ചെയ്യണമല്ലോ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റിൽ. സോ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ഇഫ് ലീസ് ഹാസ് പെർച്ചേസ് ഓപ്ഷൻ, നമ്മൾ പറഞ്ഞു നമ്മൾ ലീസിൻ്റെ കേസിൽ അവസാനം എന്തുണ്ടാവും, നമുക്ക് ഈ അസറ്റ് പെർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അല്ലേ. അങ്ങനെ ലീസിന് പെർച്ചേസ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ലീസ് പീരിയഡ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, യൂസ്ഫുൾ ലൈഫ് എടുക്കുമ്പം അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എടുക്കണം. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് പെർച്ചേസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എടുക്കണം. ഇനി ഇപ്പോൾ പെർച്ചേസ് ഓപ്ഷൻ ഇല്ലെങ്കിലോ, നമ്മുടെ ലീസിൻ്റെ പീരിയഡ് ആണോ അല്ല അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫാണോ, ഇതിലേതാണ് ലോവർ, ആ ലോവർ പീരീഡ് വേണം നിങ്ങൾ യൂസ്ഫുൾ ലൈഫായിട്ട് കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ റിക്വയർമെൻറ്റ് ഇതാണ്. വാട്ട് ഫിഗേഴ്സ് വിൽ ബി ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദ ഇയർ എൻഡ് 31st December 2002. ഓക്കെ, 31st December 2002 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് SOFPയിലും SOPEലും എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്നുള്ളതാണ്. സിനാരിയോ നോക്കാം. Riyadh enters into an agreement to lease an asset. The terms of the lease are as follows. Primary period is for 4 years. 4 yearsലേക്കാണ് 1st January 2002 with a rental of 2,000 per annum. 2,000 ആണ് നമ്മൾ ലീസ് പേയ്മെൻറ്റ്. പിന്നെ പേയബിൾ ഓൺ എപ്പോഴാണ്, 31st December each year, അതായത് അവസാനമാണ്, അരിയേഴ്സ് ആണ്. ഓക്കെ, എപ്പോഴിത് ചെയ്യുമ്പം പേയ്മെൻറ്റ് അരിയേഴ്സ് ആണോ അഡ്വാൻസ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഈ കേസിൽ അരിയേഴ്സ് ആണ്. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ലീസ് പേയ്മെൻറ്റ് ഇസ് 5,710. പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഇൻ ദ ലീസസ് 15%. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 15% ആണ്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ലീസ് ലയബിലിറ്റി എത്രയാണ്, റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എത്രയാണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ SOPയിൽ വരുന്ന കാര്യങ്ങളും നോക്കാനുണ്ട്. സോ ഫസ്റ്റ് അസറ്റ്. ഓക്കെ, റൈറ്റ് ഓഫ് യൂസ് അസറ്റിൻ്റെ വാല്യൂ. ഇവിടെ നമ്മൾ അസറ്റിൻ്റെ കോസ്റ്റ് എന്ത് ലീസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്, അതായത് 5,710 ആണ്. ബട്ട് ഇതന്നെ എഴുതാൻ പറ്റുമോ, ഇവിടുന്ന് എന്ത് കുറക്കണം, ഡിപ്രിസിയേഷൻ കുറക്കണം അല്ലേ. ടോട്ടൽ 4 years ആണ്. സോ 5,710 ഡിവൈഡഡ് ബൈ 4, 1,427.5 കിട്ടി. സോ അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്, 4,282.5. സോ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് ഇവിടെ ഓക്കെ. ആൻഡ് ഇവിടെ കിട്ടിയ ഡിപ്രിസിയേഷൻ നിങ്ങൾ എവിടെ റെക്കോർഡ് ചെയ്യണം, സോ ഓരോന്ന് ചെയ്യുന്നതന്നെ നമുക്ക് നോക്കാം. ഇത് ഓക്കെ, SOFPയിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തു. ഈ ഡിപ്രിസിയേഷൻ എവിടെ റെക്കോർഡ് ചെയ്യണം, SOPയിൽ, കാരണം ഡിപ്രിസിയേഷൻ ഒരു എക്സ്പെൻസ് ആണല്ലോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. നൗ ലയബിലിറ്റിയുടെ സെക്ഷൻ നോക്കാം. ഇത് എങ്ങനെയാണ്, അരിയേഴ്സിലാണ് അല്ലേ. സോ ബാലൻസ് ഇനീഷ്യലി 5,710 ആണ്, അതിൻ്റെ മേലെ 15% ഇൻട്രസ്റ്റ് വരുമ്പോഴോ 8,056.5 ആണ്. പേയ്മെൻറ്റ് 2,000, റിമൈനിങ് എത്ര കിട്ടി. ബട്ട് ഇവിടെ എനിക്ക് നോൺ കറണ്ട് ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഇയറിൻ്റെയും കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന് ഡിഫറൻസ് ആണ് എന്ത് വരിക, കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരാം. സോ ഇവിടുത്തെ ക്ലോസിംഗ് ആണ് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ആയിട്ട് വരും. അതിൻ്റെ മേലെ 15% ഇൻട്രസ്റ്റ്, ലീസ് പേയ്മെൻറ്റ് 1,000 കുറച്ചു, 3,251.4 കിട്ടി. ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ എന്തായിട്ട് എടുക്കണ്ടേ, കറണ്ട്
ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ എസ് ഒ എഫ് പിയിൽ ആസറ്റിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഡൺ. ലയബിലിറ്റിയിലോ നോൺ കറണ്ട് ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയും ആയിട്ട് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. നോൺ കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 3251.4. നമ്മുടെ നെക്സ്റ്റ് ഇയർ ലീസ് ലയബിലിറ്റി ആണ് വരിക. അതായത് 4566.5 മൈനസ് 3251.4. അതായത് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ്. ഈ ഡിഫറൻസ് ആണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത് 1315. പിന്നെ ഈ 4567.5ഉം 1315 മൈനസ് ചെയ്താൽ എന്തുതന്നെയാണ് നെക്സ്റ്റ് ഇയർത്തെ നമ്മുടെ ലയബിലിറ്റി അല്ലേ? നെക്സ്റ്റ് ഇയർത്തെ ലയബിലിറ്റി തന്നെയാണ് നമ്മൾ എന്തായിട്ട് വരുന്നത്? നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരാം. സോ ഡിഫറൻസ് എടുക്കുക, കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കുക, ബാക്കി ബാലൻസ് ആണ് ഏത്? നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. സിമ്പിൾ. ഇനി എസ് ഒ പി എൽ വരുന്ന കാര്യങ്ങളോ? ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ചെയ്ത് തന്നെയാണ്. ഡിപ്രിസിയേഷനും എസ് ഒ പി എൽ കൺസിഡർ ചെയ്യണം. അതേപോലെ ഈ ഫിനാൻസ് കോസ്റ്റ്, ഇത് ഇൻട്രസ്റ്റ് ആണല്ലോ. ഫിനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്, ഒരു എക്സ്പെൻസ് ആണ്. അതും എന്ത് ചെയ്യുക? എസ് ഒ പി എല്ലിൽ കൺസിഡർ ചെയ്യുക. സോ ഡിപ്രിസിയേഷൻ ആൻഡ് ഫിനാൻസ് കോസ്റ്റ് എവിടെ വരും? എസ് ഒ പി എല്ലും വരും. എസ് ഒ എഫ് പിയിൽ നമ്മുടെ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും പാർട്ട് വരും. നൗ നെക്സ്റ്റ് ഇവിടെ വരുന്നത്, ഇതുവരെ നമ്മൾ പറഞ്ഞ ലീസൊക്കെ എന്താണ്? എന്തായാലും ഒരു 1 ഇയറിന് മുകളിൽ വരുന്ന കേസസ് ഒക്കെയാണ് അല്ലേ? ബട്ട് ഷോർട്ട് ലൈഫ് ആൻഡ് ലോ വാല്യൂ അസറ്റിൻ്റെ കേസിൽ ലീസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഇഫ് ദ ലീസ് ഇസ് ഷോർട്ട് ടേം ആണെങ്കിൽ, അതായത് ലെസ് ദാൻ 12 months അല്ലെങ്കിൽ 1 year എന്നുള്ള കേസ് ആണെങ്കിൽ, ഓർ ഓഫ് എ ലോ വാല്യൂ, ദെൻ എ സിംപ്ലിഫൈഡ് ട്രീറ്റ്മെൻറ്റ് ഈസ് അലൗഡ്. അതായത് വളരെ ചെറിയ വാല്യൂ ഒക്കെ ഉള്ളൊരു ലീസാണ്, അല്ലെങ്കിൽ ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ 1 year അല്ലെങ്കിൽ 1 year ആണ്. ഈ കേസിൽ നമ്മൾ ഈ നേരത്തെ ചെയ്ത പല പ്രസന്റ് വാല്യൂ ആക്കി അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഒരു സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ആണുള്ളത്. ഇഫ് ഇൻ ദീസ് കേസസ് ദ lessee can choose to recognize the lease payment in profit or loss on a straight line basis. നമ്മൾ നേരത്തെ ലീസ് പേയ്മെന്റ് എന്താണ്? വേറൊരു ട്രീറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ബട്ട് ഈ കേസിൽ ലീസ് പേയ്മെന്റ് ചുമ്മാ നമ്മൾ റെൻ്റൊക്കെ കൊടുക്കുന്ന റെൻ്റ് എങ്ങനെ ചെയ്യാം? എസ് ഒ പി എൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയല്ലേ ചെയ്യാം. അതേപോലെ തന്നെ ജസ്റ്റ് എസ് ഒ പി എൽ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്താൽ മതി. എങ്ങനെ? ഓൺ ഒരു സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ വേണം റെക്കഗ്നൈസ് ചെയ്യാൻ. നോ ലീസ് ലയബിലിറ്റി ഓർ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് വുഡ് ദെയർഫോർ ബി റെക്കഗ്നൈസ്ഡ്. എസ് ഒ എഫ് പിയിൽ ലീസ് ലയബിലിറ്റിയോ അല്ല നമ്മുടെ റൈറ്റ് ഓഫ് യൂസ് അസറ്റോ ഇങ്ങനൊന്നും റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ഈ ലോ വാല്യൂ അസറ്റ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. IFRS 16 leases does not specify a particular monetary amount below which an asset would be considered low value. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ഒരു വാല്യൂ ഒന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഗൈഡൻസ് വേണമല്ലോ. അതിന് വേണ്ടിക്ക് എത്രയാണ് വാല്യൂ ഫിക്സ് ചെയ്തിട്ടുള്ളത്? 5000. ഓക്കെ, 5000 ആണ് ലോ വാല്യൂ അസറ്റ്സ്. അതായത് 5000 വരെ 5000 ബിലോ എന്നുള്ള റേഞ്ചിലാണ് ലോ വാല്യൂ അസറ്റ്സ് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾസ്: ടാബ്ലറ്റ്സ്, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ടെലിഫോൺസ്, സ്മോൾ ഐറ്റംസ് ഓഫ് ഫേർണിച്ചർ. ഇനി നമുക്കിത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ്? ഷോ ദ ഇമ്പാക്ട് ഓഫ് ദീസ് ലീസ് അഗ്രിമെന്റ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ടഗാറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2006. എന്താണ് ഇതിന്റെ എഫക്ട് എന്നുള്ളത് കാണിക്കാനാണ് FS. On 1st April 2006, Tagad acquires telephones for its sales force under a 2-year lease agreement. ടെലിഫോൺ ആണ്. അപ്പോൾ ഈ ടെലിഫോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോ വാല്യൂ അസറ്റ് ആണ്. ഇവിടെ നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. The terms of the lease require initial payment of 2000. So initially എത്ര പേ ചെയ്യണം? 2000 പേ ചെയ്യണം. ഓക്കെ, followed by 2 payments of 8000 each. പിന്നീട് 8000 വെച്ചിട്ട് 31st March 2007 31st March 2008 പേ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ പേയ്മെന്റ് നോക്കുക. ഓക്കെ, ഇനീഷ്യലി 2000 പിന്നെ 8000 ഈച്ച് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ ടോട്ടൽ നമ്മൾ എത്ര കൊടുക്കണം? 18000 ആണ് കൊടുക്കേണ്ടത്. സോ ഓൺ എ സ്ട്രേറ്റ് ലൈൻ ബേസിസ് നമ്മൾ ഡിപ്രിസിയേഷൻ ഒക്കെ ചെയ്യാറില്ലേ, ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ, അതേപോലെ തന്നെ 18,000 ഡിവൈഡഡ് ബൈ 2. അതായത് ഒരു വർഷം നമ്മൾ എത്രയാണ്? 9000 പെർ ആനം ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനീഷ്യലി 2000 കൊടുത്തു, അത് വേറെ കാര്യം. അല്ലാണ്ട് നമ്മൾ എത്രയാണ്? അതും കൂടെ 9000 പെർ ആനം ആണ് നമ്മൾ കൊടുക്കേണ്ടതുള്ളത്. പക്ഷേ ഈ കേസിൽ നോക്കിയേ, നമ്മുടെ ഇയർ എൻഡ് എപ്പോഴാണ്? 31st December 2006 ആണ്. ഇത് ഉള്ളതോ അക്വയർ ചെയ്തതോ
ഏപ്രിൽ 2006 ആണ്. അതായത് 1 ഇയർ ആയോ? പെർ ആനം ആണ് 9,000. 1 ഇയർ ആയോ? ഇല്ല. ഏപ്രിൽ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ എത്ര മന്ത് ആയിട്ടുള്ളൂ? 9 മന്ത്സേ ആയിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോർഷൻ ചെയ്യണം. ഓക്കെ, സോ 9,000 ഇൻറ്റു 9/12 6,750 ആണ് വരിക നമ്മുടെ ലീസ്. ഓക്കെ, ലീസിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക 6,750 ആണ്. സോ നമ്മുടെ SOPL എക്സ്പെൻസ് ആയിട്ട് എത്ര കാണിക്കാം? 6,750 കാണിക്കുക. പിന്നെ ഈ 2,000 നമ്മൾ ഇനീഷ്യലി പേയ്മെൻ്റ് ആയിട്ട് പോയല്ലോ. ഓക്കെ, 2,000 ഇനീഷ്യലി പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് എത്ര ഉള്ളത്? 6,750 ടോട്ടൽ എക്സ്പെൻസ് അവിടെ ഇരിക്കട്ടെ. റിമൈനിങ് എത്ര ഉള്ള 2,000 പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ 6,750 2,000 കുറച്ചാൽ 4,750 സ്റ്റിൽ നമ്മൾ എന്തുണ്ട്? പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ലയബിലിറ്റി ആണല്ലോ, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളതാണല്ലോ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നിട്ട് 4,750 കൊടുത്തു. SOFPയിൽ ഒന്നും വരില്ല എന്ന് പറഞ്ഞാൽ ലീസ് ലയബിലിറ്റിയോ റൈറ്റ് ഓഫ് യൂസ് ഒന്നും വരില്ല. പക്ഷെ ഇതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? SOFPയിൽ ലയബിലിറ്റി സെക്ഷനിൽ കാണിക്കണം. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ള പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. ഈ ഒരു പാർട്ടിൽ നമ്മൾ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റും അതേപോലെ ഷോർട്ട് ആൻഡ് ലോ വാല്യൂ അസറ്റ്സിൻ്റെ കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തു. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.